guys and welcome back to my YouTube channel. നമ്മ ഇപ്പൊ പോകുന്നത് എറണാകുളത്തേക്കാണ്. കൊച്ചിക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം, വണ്ടി ഇപ്പം നമ്മള് കോഴിക്കോട് വരെ എത്തിയെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ മടിയായിട്ടെങ്കിൽ നമ്മള് കൊച്ചി വരെ പോകും. അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു. ഇപ്പൊ സമയം എത്ര, ഇപ്പൊ 10:51, 11 മണിയായി ഏകദേശം. നമുക്ക് വഴിയും. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ആദ്യം യാത്രക്ക് പോകുന്നതിന് മുന്നേ ഞാനൊന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി. അങ്ങനെ അച്ഛൻ നമ്മ ആദ്യമായിട്ട് യാത്ര പോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അച്ഛൻ്റെയും ഒന്ന് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പം നമുക്ക് ഒരു പ്ലാനൊന്നും ഇല്ലാണ്, കാരണം ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയല്ലേ നമ്മൾ. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ചൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോവാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ ഇതിലെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തളിപ്പറമ്പിൽ നിന്ന് കഞ്ഞി ഹട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. നല്ല റിവ്യൂസ് എല്ലാം കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുവാന്ന്. അപ്പം നമ്മ ഇപ്പം പോകുന്നത് കഞ്ഞി ഹട്ടിലേക്കാണ്, തളിപ്പറമ്പില്. നല്ല റിവ്യൂസ് എല്ലാം കണ്ടിട്ടാണ് നമ്മളിപ്പം പോകുന്നത്. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട്. ഇനി നമുക്ക് ഇപ്പം സമയം 12:05, 12:40 എത്തും എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പം എത്തിയിരിക്കുന്നു കഞ്ഞി ഹട്ട്. നമ്മളോട് സിംഗപ്പൂരിലെ നിഖിലേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ കഞ്ഞിഹട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇത് കഞ്ഞിക്ക് വിളമ്പാനുള്ള ഉപ്പേരിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ. നമ്മൾ കഞ്ഞിക്കൊക്കെ കുടിക്കുന്ന പോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റ്. കഞ്ഞിയെല്ലാം അടിപൊളി ഉണ്ടായി. ഫുഡ് വന്നിരിക്കുന്നു. കഞ്ഞി ചെയ്യണം. ഞാൻ ചെയ്യുന്നില്ല പറഞ്ഞ. എൻ്റെ എക്സ്പ്രഷൻ ആദ്യം, അയ്യോ കഞ്ഞിക്ക് ഇത്ര കറി മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ളൂ എന്നായിരുന്നു ആദ്യം ഞാനിത് കണ്ടപ്പം. പക്ഷെ അത് കൂട്ടി നോക്കിയപ്പോൾ അടിപൊളി ഉണ്ടായിന്. ഇത് മതി, അത് ആ ചോറ് മാത്രം മതി ശരിക്കും നമുക്ക് കഴിക്കാൻ. ഒരു ഉപ്പേരിയും വേണമെന്നില്ല, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൈഡായിട്ട് ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുവാന്ന്. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചു. ഭയങ്കര അടിപൊളി ഫുഡാണ്. കഞ്ഞി മാത്രം, കഞ്ഞി തന്നെ കുടിക്കാമെന്ന് തോന്നുന്നു, കറിയൊന്നും വേണ്ട ആവശ്യമില്ല. അത്ര നല്ല ഫുഡായിരുന്നു. സൂപ്പർ നല്ല ഫുഡായിരുന്നു. നിഖിലേട്ടൻ പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് കേസ്. ഇവിടെ ഫസ്റ്റത്തെ സ്പോട്ടിലെ ഫുഡ് ഈസ് ഗുഡ്. നെക്സ്റ്റ് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ഇടയിൽ നിൽക്കാം വൈകുന്നേരം ആകുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോന്ന് എനിക്കറിയില്ല, കഞ്ഞി ഹട്ടിൽ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ കുറേ പലതരം മീനുണ്ടായിരുന്നു. അതൊക്കെ അവർ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും മീനുണ്ടെങ്കിൽ അത് അവരപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് തരും. ഇങ്ങനെ മീൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് മീൻ ഇഷ്ടമാണ്, പക്ഷേ അതിന് എന്ത് വേണമെന്ന് പറയും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കേൾക്കാത്ത കുറേ മീനായതുകൊണ്ട് തന്നെ ഞാൻ മീൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് സൈഡായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കഞ്ഞി ഹട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വിടുവാണ് കോഴിക്കോടേക്ക്. ഇത് പകുതി എത്തുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ഉണ്ടായിരുന്നു നമുക്കിനിയും കൊച്ചിക്ക് പോകാനുള്ള ആ ഒരു ഇതില്ല. നമ്മൾ ഭയങ്കര വരുന്ന സമയത്ത് നല്ല ട്രാഫിക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് മടിയായി, പിന്നെ ടൈമും കുറേ ആയി. ശരിക്കും നമുക്ക് കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്ക് അത്ര ദൂരമൊന്നും ഇല്ലല്ലോ. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ വടകര കൊയിലാണ്ടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. സമയം ഏകദേശം 4:45. നമ്മൾ ഒരു ചായയും ഷവർമയും പറഞ്ഞിട്ടുണ്ട്. പഴംപൊരിയൊന്നുമില്ല, എല്ലാം തീർന്നു. അങ്ങനെ നമ്മൾ ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ്. നമ്മൾ എന്തായാലും കൊച്ചിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ. സോ നമ്മൾ പോകുന്നത് കോഴിക്കോട് തന്നെയാണ്.
ഇതെന്തെന്നറിയോ, നമ്മളിങ്ങനെ ഇത് ടൂറ് പോകുന്ന കുട്ടികളാണോ എന്ന് നേരെ അറിയില്ല കേട്ടോ. അത് നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ടാറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അവരെ. നമ്മളിപ്പോൾ എത്താനായി. നമ്മള് ഇന്ന് കോഴിക്കോട് വരെയുള്ളൂ ഗൈസ്. നമുക്ക് ഇന്ന് പറ്റുള്ളൂ. കൊച്ചി വരെ പോകാനുള്ള ശക്തിയില്ല, ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റേ ചെയ്യാമെന്നാണ്. നമ്മൾ മുന്നേ കോഴിക്കോട് നിന്ന് ഒരു സ്റ്റേ നമ്മൾ തീരുമാനിച്ചിട്ട് ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊച്ചി വരെ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് ഇപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മൾ കോഴിക്കോട് തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഒരു 4 മിനിറ്റ്സിനുള്ളിൽ നമ്മളെ ഹോട്ടലിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തു പോകും. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ റവീസ് കാലിക്കട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ചെക്കിനൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരെ റൂമിൽ പോവാന്ന്. ഫസ്റ്റ് തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയിരുന്നു. അതിന് ശേഷം നമ്മൾ റൂമിലേക്ക് ഇവർ കൊണ്ടുപോയി. ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ റൂമിലെത്തി. നല്ല വ്യൂ ആണ്. ഇതാണ് നമ്മുടെ വ്യൂ. ഞാനൊന്ന് റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എൻട്രൻസ് വന്നിട്ട്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പിന്നെ നേരെ വന്നാൽ കോഴിക്കോട് മൊത്തം കാണും നമ്മൾ. ഇതാണ് ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളൊരു കുട്ടി റൂം. നമ്മളെങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ലുലു മോളിലേക്കാണ് ആദ്യം പോകുന്നത്. നമ്മൾ ലുലുവിലേക്ക് പോവാന്ന് ഷോപ്പിംഗ്. നമ്മൾ എത്തിയിരിക്കുന്നു ലുലു മോളിലേക്ക്. ലുലു ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനെ അപ്പോൾ കോഴിക്കോട് വന്നിട്ടുടൻ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമ്മളിപ്പോൾ ഉള്ളത് ലുലു മോളിലാണ്. ഇവിടെ അത്ര ഷോപ്സ് ഒന്നും കാര്യമായിട്ടില്ല. വെസ്റ്റ് സൈഡും സ്റ്റുഡിയോ ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഹൈലൈറ്റ് മോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു. എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് എന്തായാലും നമുക്കിന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഹൈലൈറ്റ് മോളിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. സോ നമ്മൾ KFC ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര വലുതായിരുന്നില്ല ലുലു ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മോളിലേക്കാണ് കേട്ടോ. സോ അങ്ങനെ ആദ്യം നമ്മൾ വെസ്റ്റ് സൈഡിൽ കയറി. വെസ്റ്റ് സൈഡിൽ മാത്രമേ ഷോപ്പിങ്ങിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ താഴെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും പിന്നെ പൈനാപ്പിളും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ കാറിൽ വന്നിരുന്നിട്ട് നമ്മൾ കാറിൽ നിന്നാണ് പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭേഷായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഇവന് സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രൗണി വിത്ത് എന്തായിരുന്നു അത്, ബ്രൗണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഐസ്ക്രീമൊക്കെ ആയിട്ടുള്ളത് നല്ല ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ നമ്മൾ കുറേ നേരം ഡ്രൈവൊക്കെ ചെയ്ത് വന്നില്ല, നമ്മൾ റെസ്റ്റ് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇവിടുത്തെ വാൾപേപ്പേഴ്സൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ അതിന് ശേഷം ഒരു മസാല ദോശയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ തിരിച്ച് റൂമിൽ പോയത്. ഇന്നലെ മാത്രമായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ വേറെ സ്ഥലത്താണ് സ്റ്റേ നോക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. ഹലോ ഗായ്സ്, നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു.
ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിപ്പം പോകുന്നത് മിക്കവാറും കല്യാൺ സിൽക്സിലേക്കായിരിക്കും. എന്നിട്ട് നമ്മൾ ബീച്ചിൽ പോകും. കല്യാൺ സിൽക്സിൽ നമുക്കൊരു വൗച്ചറുണ്ട്, അപ്പം അതൊന്ന് ക്ലെയിം ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കൂപ്പൺ ഉണ്ടായിരുന്നു കല്യാൺ സിൽക്സിൻ്റെ. അങ്ങനെ നമ്മൾ നേരെ പോയത് കല്യാൺ സിൽക്സിലേക്കാണ്. ഒരു 2-3 ഡ്രസ്സൊക്കെ അവിടെ നിന്ന് വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് പാരഗൺ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് നല്ല അടുത്ത ബിരിയാണിയും പിന്നെ ഡ്രാഗൺ ചിക്കനും പിന്നെ ഒരു കോക്കനട്ട് പുഡിങ്ങും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എനിക്ക് ആ ഡ്രാഗൺ ചിക്കൻ സൂപ്പറായിരുന്നു. ബിരിയാണി ആസ് യൂഷ്വൽ നോർമൽ ഇതായിരുന്നു, പക്ഷേ ആ ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ നെക്സ്റ്റ് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ അവിടെ നിന്നും നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് നമ്മൾ ഇന്നലത്തെ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ സ്പാ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം വിചാരിച്ചു ഇന്നലെ ചെയ്യേണ്ട, പകരം നമുക്ക് ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഇന്നൊരു സ്പാ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഹോട്ടലിൽ. പുതിയ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മളിപ്പം പോകുന്നത് സ്പാ ചെയ്യാനാണ്. കിടന്നുറങ്ങും. അങ്ങനെ സ്പാ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്പാ മീൻസ് നമ്മൾ എന്താ പറയുക, അപ്പോയിൻമെൻ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. കാരണം കുറേ ദിവസമായിട്ട് ഭയങ്കര ഓട്ടവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെന്താ പറയുക, ഇവിടുന്ന് നമ്മൾ സ്പാ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ എന്തെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, എന്തെങ്കിലും നടുവേദനയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും കൂടിയിട്ട് അവർ അന്വേഷിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള പാക്കേജാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒരു നല്ല അടിപൊളി സ്പാ ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ വീണ്ടും കുളിച്ച് സെറ്റായി. എനിക്ക് അവിടുന്ന് ഒരു ഗ്രീൻ ടീ ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ നമ്മൾ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പുറത്ത് വരുമ്പോൾ അവർ നമുക്ക് ഗ്രീൻ ടീ ഒക്കെ തരും. അപ്പോൾ നമ്മൾ ടീ ഒക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് സത്യം പറയാമല്ലോ, സ്പാ ഒക്കെ കഴിഞ്ഞാൽ, സ്പാ എന്നല്ല, നമുക്കൊരു നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനവും ആശ്വാസവും കിട്ടൂലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അത് നല്ല അടിപൊളി ഉണ്ടായിരുന്നു. ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ സ്പാ ആയിരുന്നു. നല്ല ഉണ്ടായിരുന്നു, റിലാക്സേഷൻ ഉണ്ടായിരുന്നു. നമ്മളില്ലേ ഇത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. പക്ഷെ ബീച്ചിൽ ഹനാൻ ഷാ വരുന്നുണ്ടെന്തോ, അവിടെ പരിപാടിയുണ്ട്. അപ്പം എന്തായാലും ഇപ്പോൾ പോക്ക് നടക്കൂല. അവിടെ നിറച്ചും ആൾക്കാരും തിക്കും തിരക്കും ആയാലും നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോകും. കൊച്ചിക്ക് പോവാതെ നമ്മൾ കോഴിക്കോട് എത്തിയാനുള്ള കാരണം തന്നെ ട്രാഫിക് ഉള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇടയിൽ ഹോട്ടലിൽ പോയിട്ട് പഴംപൊരിയും ചായയും കുടിക്കും. നമ്മളിപ്പോൾ പോകുന്നത് ഇടയിൽ ഹോട്ടലിലേക്കാണ്. അവിടുന്ന് നമുക്ക് ഇൻസ്റ്റയിൽ റീൽസ് എല്ലാം കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോയി നോക്കാൻ വിചാരിച്ച് പോകുന്നതാണ്. ബീച്ചിൽ പോകുന്നത് എന്തായാലും ഇപ്പോൾ നടക്കൂല, അവിടെ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇടയിൽ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കും. അങ്ങനെ ഇടയിലെ ഹോട്ടല് എന്താ പറയുക, നമ്മൾ ഇത് വെച്ചിട്ട് പോവാണ്. പക്ഷേ നമ്മൾ ഇടയിലെ ഹോട്ടലിലേക്ക് പോകുന്നതും ഇതേ വഴി ബീച്ച് വഴി ക്രോസ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ആദ്യം ബീച്ചിൽ പോയി. പിന്നെ വിചാരിച്ചത്ര ട്രാഫിക്ക് നമ്മൾ പോയ നേരം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ കുറച്ച് ദൂരം നമ്മൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് നടന്നു പോയി. ആടാന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ബീച്ചിൽ ഒരു കാല് കുത്താൻ വരെ സ്ഥലം ഉണ്ടായിരുന്നില്ല ഈ കൺസേർട്ട് നടക്കുന്നതിൻ്റെ അടുത്ത്. അല്ലാത്ത സ്ഥലത്തൊക്കെ പിന്നെയും ആൾക്കാരുണ്ടായിരുന്നില്ല. ഹനാൻ ഷായും പിന്നെ വേടനും കൂടിയാണ് അന്നത്തെ അവിടെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഏരിയയിൽ നിറച്ചും ആൾക്കാരായിരുന്നു. നമുക്ക് അപ്പുറം സൈഡ് കിടക്കാൻ പോലും പറ്റാത്ത അത്ര തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നോക്കി കാണുന്നുണ്ടോയെന്ന്, പക്ഷെ കാണാൻ പറ്റിയില്ല. മീൻസ് അവർ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ടൈം ഇവിടെ എത്തിയപ്പോൾ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സമയം കളയാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടോ നോക്കാൻ വേണ്ടി കുറച്ച് അങ്ങനെ നിന്നു. പിന്നെ കാരണം ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാരും
പിന്നെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാറിൻ്റെ അടുത്തേക്ക് പോയി നമ്മളെടുത്തു. പക്ഷെ ആ സമയത്ത് നല്ല തിരക്കായി. നമ്മൾ കാറെടുത്ത് വരുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ടിലൂടെയാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കും ഹനാൻ ഷാ എന്താ പറയുക സ്റ്റേജിലേക്ക് കയറുന്ന ആ ഒരു ടൈമായിരുന്നു നമ്മൾ പാസ് ചെയ്തുകൊണ്ടായത്. നോക്കി പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് എന്താ പറയുക ഇടയിലെ ഹോട്ടലിലേക്കാണ്. ഞാനത് ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പഴംപൊരിയും ബീഫൊക്കെ അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ചെറിയ ഹോട്ടൽ, പേര് പോലെ തന്നെ ഒരു ഇടയിലാണ് കേട്ടോ ഹോട്ടൽ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ട്രാഫിക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇടയിലെ ഹോട്ടലിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മിഠായി തെരുവിലേക്കായിരിക്കും കേട്ടോ. ബ്ലോക്കിൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാട്ട് ഉറക്കനെ വെച്ചിട്ട് നമ്മൾ അതിന് താളമൊക്കെ തുള്ളി ഡാൻസൊക്കെ കളിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വിചാരിച്ചത്ര ടൈമിൽ നമ്മൾ എത്തുമെന്ന് തോന്നിയില്ല. ഗൂഗിൾ മാപ്പിൽ ഫുൾ എല്ലായിടത്തും ട്രാഫിക്കാണ് കാണിച്ചുകൊണ്ടായിരുന്നത്, ഭയങ്കര ബ്ലോക്കായിട്ട് കാണിച്ചുകൊണ്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇടയിലെ ഹോട്ടലിലേക്ക് എത്തി. ഞാൻ തനി മലയാളീൻ്റെ വ്ളോഗിലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം നല്ല അടിപൊളിയാണ്, ഈ അടുത്ത് ഫുഡ് നല്ലതാണെന്ന്. അങ്ങനെ നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ എടുത്ത പഴംപൊരിയും ബീഫും അടിപൊളി ഉഷാറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കഴിച്ച ഏകദേശം എല്ലാ ഫുഡും നല്ല എന്താ പറയുക അടിപൊളിയായിരുന്നു. ഒന്നിനും റിഗ്രറ്റ് വന്നിട്ടില്ല. നമ്മൾ കഴിച്ചതെല്ലാം സെറ്റ് സാധനമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മിഠായി തെരുവിൽ പോയി. പിന്നെ 2 കമ്മലൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഹൽവ കടയിലേക്കാണ്. കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടൻ ഹൽവ തിന്നാണ്ട് പോയാൽ അതിലെന്താ ഉള്ളത്. അങ്ങനെ നമ്മൾ മിഠായി തെരുവിൽ നിന്ന് കുറച്ച് ഹൽവയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിവിടുന്ന് നേരെ റൂമിലേക്ക് പോവാന്ന് കേട്ടോ. ഈ ഹൽവ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവർ നമ്മൾ ഹൽവയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ നമുക്ക് ലക്ഷദ്വീപിൽ നിന്ന് എന്തോ ഒരു മിഠായി കിട്ടിയതാണെന്നും പറഞ്ഞിട്ട് ഇവർ നമുക്കത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഇന്നലെ ഹൈലൈറ്റ് മോളിൽ വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല ഉപ്പിലിട്ട പച്ചമാങ്ങയും ഒക്കെ തിന്നില്ലേ, അത് വീണ്ടും തിന്നാനൊരു കൊതി. അങ്ങനെ നമ്മൾ വീണ്ടും വന്ന് നമ്മളത് രണ്ടും കൂടി ഓർഡർ ആക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോയി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. നല്ല ഒരു സൺറൈസൊക്കെ കണ്ടു കേട്ടോ. ഇനി ഇതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിവിടുന്ന് മെല്ലെ വിടാമെന്ന് പറഞ്ഞിട്ടാണുള്ളത്. വൈകുന്നേരം പോയിട്ട് ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവും. ഇനി കുറേ കാര്യം എന്തൊക്കെയോ അവിടെയൊക്കെ പോകാനൊക്കെ ഉണ്ട്. വിരുന്നെല്ലാം ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ അടുത്തൊന്ന് പോകാനുണ്ട്. അപ്പോൾ എത്തിയാലുടൻ നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും ആദ്യം പോകുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണ്ടി തുടങ്ങാൻ നോക്കി. അങ്ങനെ ഞാൻ റെഡി ആവാൻ തുടങ്ങി കേട്ടോ. ശ്രീ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ തിരിച്ചു വരുന്നതിന് മുന്നേ റെഡി ആവണം. അങ്ങനെ റെഡി ആയിട്ട് നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ പോകുന്നത്. വീണ്ടും തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. നമ്മളിന്ന് നേരെ ഇനി തിരിച്ചു പോവാന്ന്. അങ്ങനെ നമ്മൾ ഭയങ്കര റിലാക്സായി എഴുന്നേറ്റു, ഭയങ്കര തിരക്കൊന്നും പിടിക്കാണ്ട്. കാരണം ഇനി നമ്മൾ ഇതുപോലെ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ട്രാഫിക് ഇതുപോലെ കിട്ടുമോ ഒന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിക്ക് ഉറങ്ങി എഴുന്നേറ്റാണ് പോകുന്നത്. അങ്ങനെ ഞാനൊരു അവിടുന്ന് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചായ അല്ല ഒരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ സുരഭിയില്ലേ, നമ്മൾ ഫിലിം ആക്ട്രസ്, അപ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. 9:30 കാസർഗോഡേക്ക് പോവാം. അങ്ങനെ നമ്മൾ രാവിലെ 9:30 ആകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് വിട്ടു കേട്ടോ. വരുമ്പോൾ ഉണ്ടായ അത്ര ട്രാഫിക് പോലും ഉണ്ടായിരുന്നില്ല നമുക്ക് പോകുമ്പോൾ. അങ്ങനെ നല്ല സമാധാനമായിട്ടാണ് കേട്ടോ തിരിച്ച് പോകുമ്പോൾ ഉണ്ടായത്. ട്രാഫിക്കില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ പാട്ടൊക്കെ പാടി വീണ്ടും തിരിച്ചു പോയി. പിന്നെ നമ്മൾ കണ്ണൂരൊക്കെ എത്തുമ്പോൾ വിചാരിച്ചു അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാം, നല്ല നാടൻ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. പക്ഷേ നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അന്നത്തെ ദിവസം എവിടെയും നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു തട്ടുകടയിൽ നിന്ന് കഴിക്കാണ്ട് കുറേ തട്ടുകട നോക്കി വന്നു. നമ്മളങ്ങനെ നീലേശ്വരം എത്തി. ഇവിടുന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ നേരെ കാക്കനാടേക്ക് പോകാനുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തട്ടുകടയും പരിധി കണ്ണൂരിൽ നിന്ന് തട്ടുകട പരിധി ലാസ്റ്റ് നമ്മൾ പയ്യന്നൂർ വരെ എത്തി കേട്ടോ. എവിടെയും നമുക്ക് തട്ടുകട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കുറേ എണ്ണം അടച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നിൽ ഊണ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് ഒരു നമ്മളെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ നോക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പിന്നെ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.